CPIM സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിലെ ഒന്നാം ദിനം നടന്നത് നിശ്ചിതമായ വിമർശനങ്ങളായിരുന്നു. സൂക്ഷ്മമായ വിലയിരുത്തലുകളാണ് അവിടെ നടന്നത്. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കെതിരെയാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം അവിടെ ഉണ്ടായത്. ഏറ്റവും നിർണായകമായ വിമർശനങ്ങൾ ഇവയാണ്. നിലവിലുള്ള മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം പൊതുചർച്ചയിൽ പ്രതിനിധികൾ ഉയർത്തുകയായിരുന്നു. മുഖ്യമന്ത്രി ഒഴികെ ആർക്കും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുന്നില്ല എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഇത് പൊതുചർച്ചയ്ക്കിടെ പിണറായി സംസാരിച്ചപ്പോഴും പ്രതിനിധികൾ നിറഞ്ഞ കയ്യടിയാണ് നൽകിയത്. രണ്ടാമത്തേത് കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധി ഉന്നയിച്ച കാര്യങ്ങൾ ഇവയാണ്. വിവിധ തുറകളിൽ നിന്ന് സർക്കാരിന് നേരെ വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ സർക്കാരിന് നേരെ വരുന്ന വിമർശനങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ എല്ലാ മന്ത്രിമാരും തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം ഉന്നയിച്ചു. അതായത് മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണ് കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കുന്നത് എന്ന സാരം. തുടർഭരണം ചർച്ചയാകുന്ന സമ്മേളനത്തിൽ സർക്കാരിന്റെ പ്രവർത്തനം ഇഴകീറി പരിശോധിക്കപ്പെട്ടു. വിമർശനങ്ങളെ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നു എന്നതാണ് ഒരു പ്രതിനിധി ഉന്നയിച്ച വിമർശനം. അതായത് സർക്കാരിനെ പ്രതിരോധിക്കാനും സർക്കാരിന് വേണ്ടി സംസാരിക്കാനും ഒക്കെ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയർത്തിയത്. ആശാവർക്കർമാരുടെ സമരം വിവിധ പ്രതിനിധികൾ ഉന്നയിച്ചു. എന്നാൽ സർക്കാർ സമീപനത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഭൂരിപക്ഷം പേരും സംസാരിച്ചത്. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിനെ പ്രതിനിധികൾ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു. PSC അംഗങ്ങൾക്ക് സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം നൽകുമ്പോൾ ആശാവർക്കർമാരുടെ സമരം എന്തുകൊണ്ട് തീർക്കുന്നില്ല എന്നായിരുന്നു ഉയർന്ന ചോദ്യം. ഏതായാലും പ്രതിപക്ഷം ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ ആ വേദിയിൽ ചോദിച്ചു എന്നുള്ളതാണ് പ്രധാനമായ പ്രസക്തമായ കാര്യം. പ്രതിനിധികൾ ആശാവർക്കർമാരുടെ സമരത്തെ അത്രയും ഗൗരവത്തോടെ എടുത്ത് അതിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉയർത്തി. ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരത്തെക്കുറിച്ച് ഒരു പ്രതിനിധി ഉപയോഗിച്ച പ്രയോഗം വളരെ പ്രസക്തമാണ്. തെളിഞ്ഞ വെള്ളത്തിൽ നഞ്ച് കലക്കിയതുപോലെ ആശാ സമരം സർക്കാരിനെ ബാധിക്കുന്നു എന്നതാണ് അവിടെ പരാമർശിക്കപ്പെട്ടത്. ആ പ്രതിനിധി ഉപയോഗിച്ച പ്രയോഗം അതായിരുന്നു. തെളിഞ്ഞ വെള്ളത്തിൽ നഞ്ച് കലക്കുന്നത് പോലെയാണ് ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നത് എന്നാണ് ആ പ്രതിനിധി പറഞ്ഞത്. തൊഴിലാളികളെ മറക്കരുതെന്ന് പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. വമ്പൻ വ്യവസായങ്ങൾക്ക് പിറകെ പോകുമ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളെ മറക്കരുത്, അടിസ്ഥാന തൊഴിലാളി വർഗത്തെ മറക്കരുത് എന്ന് അടിവരയിട്ട് ആ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. വമ്പൻ പദ്ധതികൾ മാത്രം പോരാ, കാരണം പാർട്ടി കെട്ടിപ്പടുത്തത് തൊഴിലാളികളാണ്. കയർ തൊഴിലാളികളെ രണ്ടാം പിണറായി സർക്കാർ തഴഞ്ഞെന്നും വിമർശനമുയർന്നു. PP ചിത്തരഞ്ജനാണ് ഈ കയർ തൊഴിലാളികളെ സർക്കാർ തഴഞ്ഞു എന്നുള്ള അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയത്. സ്ഥാനങ്ങൾ കണ്ണൂരിന് വീതം വയ്ക്കുന്നു എന്നും വിമർശനം ഉയർന്നു. മൂല്യങ്ങളും മെറിറ്റും നോക്കിയാണ് സ്ഥാനങ്ങൾ നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. എന്നാൽ സ്ഥാനമാനങ്ങൾ കണ്ണൂരിൽ മാത്രം വീതം വയ്ക്കപ്പെടുന്നു എന്ന് CITU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി PB ഹർഷകുമാർ വിമർശനം ഉന്നയിച്ചു. പൊതുവെ ഉയർന്ന ഒരു വിമർശനം അവിടെ ഹർഷകുമാർ അടിവരയിട്ട് പറയുകയായിരുന്നു എന്നുള്ളതാണ്. പൊതുചർച്ചയുടെ വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ രാജ്, മുഖം നോക്കാതെയുള്ള വിമർശനങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ പൊതുചർച്ചകളിൽ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളല്ലേ? പ്രധാനമായും ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് അതിൽ ഒരുപക്ഷെ പ്രതിപക്ഷമൊക്കെ ഉയർത്തുന്ന അതേ വാദങ്ങൾ തന്നെയാണ് അവിടെ പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത്. അത് പച്ചവെള്ളത്തിൽ നഞ്ച് കലക്കും പോലെ എന്നാണ് ആശാസമരം പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ പ്രവർത്തനത്തെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിശിതമായ വിമർശനം തന്നെ ഉയർന്നു വന്നിരിക്കുകയാണല്ലേ?
ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. മന്ത്രിമാർ അല്ലെങ്കിൽ സർക്കാർ പാർട്ടി സംവിധാനം എല്ലാത്തിനെയും നിശിതമായി പരിശോധിക്കുകയും വിലയിരുത്തിയുമാണ് ഈ പൊതുചർച്ച മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു സേഫ് സോണിൽ ഉണ്ട് നിലവിൽ. കാരണം ഈ ചർച്ച ഇതുവരെ പിന്നിടുമ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം നിലവിൽ വന്നിട്ടില്ല. പക്ഷേ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാർക്കെതിരായിട്ടുള്ള നിശിതമായിട്ടുള്ള വിമർശനം ചർച്ചയിൽ ഉണ്ട്. അതിൽ മുഖ്യമന്ത്രി ഒഴികെ മറ്റാർക്കും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനുള്ള ഒരു പ്രകടനം മറ്റ് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി പറയേണ്ടത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ മറ്റു മന്ത്രിമാർക്കാർക്കും പ്രതീക്ഷയ്ക്കൊത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചില പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചു. പൊതുസമ്മേളനത്തിൻ്റെ ആകെയുള്ള വിമർശനമായിട്ടല്ല, പ്രതിനിധികളുടെ അവരുടെ വിമർശനം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ വിമർശനം എന്ന നിലയ്ക്കാണ് അതിനെ കാണേണ്ടത്. അതേസമയത്ത് തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് നിറഞ്ഞ കയ്യടിയും പ്രശംസയുമാണ് ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വിമർശനങ്ങളെയൊക്കെ നിലവിൽ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ്. സർക്കാർ സംവിധാനത്തിലെ മറ്റ് മന്ത്രിമാർക്കൊന്നും ആ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടെന്നുള്ളതാണ് വിമർശനമായി വന്നിട്ടുള്ളത്. സർക്കാരിന് നേരെ വരുന്ന വിമർശനങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ മറ്റ് മന്ത്രിമാരാരും തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധി ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനം. മറ്റൊന്ന് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരമാണ്. പക്ഷേ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിലൊരു ഉത്തരവാദിത്വം അവർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രചാരണം നടത്താനോ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സമരം തെളിഞ്ഞ വെള്ളത്തിൽ നഞ്ച് കലക്കിയത് പോലെ എന്ന പരാമർശം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ആശാ വർക്കർമാരുടെ സമരം ഇതുവരെ പരിഹരിക്കാൻ കഴിയാത്തത് സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന തരത്തിൽ തന്നെയാണ് സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിട്ടുള്ളത്. അതേസമയത്ത് PSC അംഗങ്ങൾക്ക് സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം നൽകുകയും ഇവരുടെ സമരം ഇങ്ങനെ നീണ്ടുപോവുകയും ചെയ്യുന്നത് സർക്കാരിന് തിരിച്ചടിയാണെന്നുള്ളത് തിരിച്ചറിയണമെന്നുള്ള സൂചനയാണ് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. കണ്ണൂരിൽ മാത്രമായി സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിച്ചത് പത്തനംതിട്ടയിൽ നിന്നുള്ള PV ഹർഷകുമാറാണ്. അതിൽ മൂല്യങ്ങളും മെറിറ്റും നോക്കി വേണം സ്ഥാനങ്ങൾ നൽകാനെന്നാണ് പാർട്ടി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, സ്ഥാനങ്ങൾ കണ്ണൂരിന് മാത്രമായി വീതം വയ്ക്കുന്നുവെന്നുള്ളൊരു തോന്നൽ ഉണ്ടെന്നുള്ളതായിരുന്നു പത്തനംതിട്ടയിലെ പ്രതിനിധിയുടെ പ്രധാനപ്പെട്ട വിമർശനമായി വന്നത്. ഒപ്പം ഈ സർക്കാരിൻ്റെ നയവ്യതിയാനം അല്ലെങ്കിൽ ഇടതുപക്ഷം നയം മാറ്റുന്നുവെന്നുള്ള ചർച്ച പുറത്ത് സജീവമാണ്. പക്ഷേ അത്തരത്തിലുള്ള നയംമാറ്റം സർക്കാരിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചത് ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധി PP ചിത്തരഞ്ജനാണ്. അതേ സമയത്ത് തൊഴിലാളികളെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിശ്ചിതമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് PP ചിത്തരഞ്ജൻ നടത്തിയിട്ടുള്ളത്. ഇടത് സർക്കാർ നയവ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അടിസ്ഥാന തൊഴിലാളി വർഗത്തെ സംരക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. അത്തരം സംരക്ഷണം നടത്തിയിട്ട് മതി വമ്പൻ വ്യവസായങ്ങൾക്ക് പുറകെ പോകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. ഒപ്പം തന്നെ കയർ തൊഴിലാളികളെ രണ്ടാം പിണറായി സർക്കാർ തടഞ്ഞെന്നും PP ചിത്തരഞ്ജൻ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം ഇത് സംബന്ധിച്ച് ഉണ്ട്, മന്ത്രിമാർക്കെതിരായിട്ടുള്ള വിമർശനമുണ്ട്. സർക്കാർ സംസ്ഥാന നേതൃത്വത്തെയും വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് പൂർത്തിയായിട്ടില്ലെങ്കിൽ നാളെ കൂടി ഈ ചർച്ച ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പാർട്ടി സെക്രട്ടറി ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയുക. അതിനുശേഷം മുഖ്യമന്ത്രിയും നേരത്തെ അവതരിപ്പിച്ച രേഖയിൽ നടക്കുന്ന ചർച്ചയ്ക്കും മുഖ്യമന്ത്രി മറുപടി പറയും. ലക്ഷ്മി. ശരി, അർജുൻ രാജാണ് കൊല്ലത്തെ CPM സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. അതിനിശിതമായ വിമർശനങ്ങൾ തന്നെയാണ് ഈ പൊതു ചർച്ചകളിൽ ഉയർന്നു വന്നത്. സംഘടനാ റിപ്പോർട്ടിന്മേലും പ്രവർത്തന റിപ്പോർട്ടിന്മേലുമുള്ള പൊതു ചർച്ചകളിൽ ഉയർന്നു വന്നത്. പൊതുചർച്ച ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അർജുൻ രാജ് അവിടെ നിന്നും നൽകുന്ന വിവരം.